നമസ്കാരം. നമ്മുടെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വലിയ യാത്രയിലേക്ക് പോവാണ് കേട്ടോ. വലിയ യാത്രയെന്ന് തന്നെ പറയാം. എപ്പോഴും ചെറിയ യാത്രകളല്ല ചെയ്യുന്നത്. അതായത് എപ്പോഴും ദുബായ്, അബുദാബി ടു കൊച്ചിൻ, അബുദാബി ടു മുംബൈ, ഇങ്ങനെയുള്ള യാത്രകളാണ്. ഇത് ഇച്ചിരി ലോങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു ലാപ്ടോപ്പ് ബാഗുണ്ട്, ഈ ഒരു ബാഗുണ്ട്, 2 സൂട്ട് കേസ് ഉണ്ട്, ഒരു അമേരിക്കൻ ടൂറിസ്റ്റ്, ഒരു ഡെൽസി. അപ്പോൾ നമ്മുടെ വീടിന് വിട 402. ഞാൻ ഇവിടെ കീ ഉണ്ട്, ഡോർ കീയും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിക്ക് കൊടുക്കാം. വാച്ച്മാൻ ആണ് നമ്മുടെ വണ്ടി. അബുദാബി ടെമ്പറേച്ചർ 36 ഡിഗ്രി, ഞാൻ പോകുന്നിടത്ത് 16 ഡിഗ്രി. സോ ദ ടാക്സി ഈസ് ലീവിങ്. വി ഹാവ് റീച്ച്ഡ് അറ്റ് ദി എയർപോർട്ട്. നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്നു ചേർന്നു. എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് 1:15. ഡ്യൂട്ടി ഫ്രീയുടെ അകത്തോടെ എന്തായാലും കയറി പോവാം. എന്താണെന്ന് അറിഞ്ഞൂടാ, ലെഫ്റ്റിലോട്ടൊരു ചെറിയ ചരിവ് ഇരിക്കുന്നൊരു പോളീസാണ്. We are moving towards D25. അങ്ങനെ നമ്മൾ ക്ലിയറൻസും കാര്യങ്ങളും, ഇമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഗേറ്റിൽ വന്നിരിക്കുക. D25 എന്ന് പറയുന്നതാണ് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാണ്. ഫ്ലൈറ്റ് ഇനി 12:05 ആകുമ്പോഴേമാര് ഗേറ്റ് തുറക്കും. അതായത് 1:15 വണ്ടി. ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒത്തിരി ഏർലിയാണ് കേട്ടോ. പിന്നെ അവിടെ എത്തുന്ന സമയം, ഇവിടെ നിന്ന് സൂറിക്ക് വഴിയാണ് ഞാൻ വന്നത്. ഇവിടെ നിന്ന് സൂറിക്ക് എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡ് സൂറിക്കിൽ നിന്നും അതായത് ടൊറൻറ്റോ എന്ന് പറയും. അപ്പോൾ 6 മണിയാകുമ്പോൾ 6:10 ആകുമ്പോൾ രാവിലത്തെ സൂറിക് ടൈമിൽ നമ്മൾ അവിടെ എത്തും. എന്തായാലും ദൂരയാത്രയല്ലോ, ഈ ഒരു സാധനം ഞാൻ എടുക്കും. സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് ജനീവയുടെ മക്കുണ്ട്. അതുപോലെ നമ്മളുടെ അവിടെ ഉള്ളതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ മക്ക്, യുഎയുടെ, അബുദാബിയുടെ നമ്മുടെ മക്കുണ്ട്. ടംബ്ലർ മക്കുണ്ട്, നല്ല കളക്ഷൻ. സുറിക്കിൻ്റെ മക്കുണ്ട്. അങ്ങനെ ഇവിടെ എന്തായാലും വന്ന് എനിക്ക് വൈഫൈ ആക്സസ് കിട്ടി കേട്ടോ. ഈ വൈഫൈ ആക്സസ് ഓപ്പൺ അല്ല കേട്ടോ. ഇവിടുത്തെ വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡാണ്, വൈഫൈ ഫ്രീ ആണ്. പക്ഷേ കിയോസ്ക് മെഷീനിൽ പോയി നിന്ന് നമ്മളുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് വേണം എടുക്കാൻ. ഓപ്പൺ വൈഫൈ ഇല്ല. എപ്പോഴും ഇനി ഇങ്ങനെയാണോ അതോ ഇപ്പോൾ ഇങ്ങനെ ആക്കിയതാണ് അറിയില്ല കേട്ടോ. ഒരു സ്വിസ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് പോകുന്നു. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡ് കണ്ടു കേട്ടോ. സൂറിക് എയർപോർട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഉണ്ടോ? ക്ലൈമറ്റ് ഇനി പോകും തോറും താന്ന് വരും. ഇപ്പോൾ ഇവിടെ 13 ഡിഗ്രി കേട്ടോ. 13 ഡിഗ്രി ഒന്നും വലുതായിട്ട് ഫീൽ ചെയ്യാനില്ല. ചാർജിങ് 40 കേട്ടോ. പിന്നെ ഞാനൊരു ട്രാവൽ അഡാപ്റ്റർ എപ്പോഴും കൊണ്ട് നടക്കുന്നു കേട്ടോ. ഇത് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഇതാകുമ്പോൾ മറ്റേ പിന്നുണ്ട്, UK പിന്നുണ്ട്, നമ്മുടെ പിന്നുണ്ട്, കാനഡയിലൊക്കെ യൂസ് ചെയ്യുന്ന അമേരിക്കൻ പിന്നുണ്ട്, എല്ലാം ഉണ്ട്. റൗണ്ട് പിന്നുണ്ട്, കണ്ടോ, സർവ്വതുമുണ്ട്. അപ്പം ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ എന്തായാലും ഞാൻ യൂറോപ്യൻ പിന്നിതിനകത്ത് വർക്ക് ചെയ്യും. നോക്കട്ടെ. നമ്മുടെ എത്തിഹാദ് വന്നു കേട്ടോ. എത്തിഹാദിൻ്റെ ഒരു എത്തിഹാദ് കാണുമ്പോൾ ഇനിയിപ്പോൾ വിഷമം വരും. നമ്മളുടെ സ്വന്തം എത്തിഹാദ്, അബുദാബിയുടെ സ്വന്തം. ഇപ്പോൾ പറച്ചിൽ കേട്ടപ്പോൾ എൻ്റെ അല്ല, അബുദാബിയുടെ. കനേഡിയൻ പാസ്പോർട്ട് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റും എന്താണ് വിസ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റും ഇവരുടെ നിന്ന് സ്റ്റാമ്പ് മേടിക്കണം. അവർ ഓൾറെഡി നമ്മളുടെ ബോർഡിംഗ് പാസിൽ സ്റ്റാമ്പ് ചെയ്തു. ഇപ്പോൾ 9:20 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവും. അപ്പം കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സിംഗിമാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. കാനഡയാണല്ലോ, അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. യു ആർ ഗെറ്റിംഗ് ഇൻടു ദ ഫ്ലൈറ്റ്. എന്തായാലും വീണ്ടും അയൽ സീറ്റ് തന്നെ കിട്ടി. പക്ഷേ സെൻട്രൽ അയൽ സീറ്റ് കേട്ടോ. 3 റോയെ. അവിടെ 2 സീറ്റുണ്ട്, വിൻഡോ സീറ്റ് അപ്പുറത്ത് 4 സീറ്റ് നടക്കും. പിന്നെ അപ്പുറത്ത് ലാസ്റ്റ് 2 സീറ്റ് ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ എന്തായാലും അയൽ സീറ്റ് തന്നെ കിട്ടി. ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇതൊക്കെ റാൻഡമായിട്ട് കിട്ടിയതാണ്. എല്ലാം ഉണ്ട് കേട്ടോ. പില്ലോ തരുന്നുണ്ട്, കമ്പിളി തരുന്നുണ്ട്, പില്ലോ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. മറ്റേ ഫ്ലൈറ്റിൽ സെയിം തന്നെ ഉണ്ടായിരുന്നു. ഇച്ചിരി കൂടെ പുതിയ ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞാൽ വൈഫൈ ആക്സസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ USB ഉണ്ട്. നമ്മൾ ഫുള്ളായി എടുക്കാനുള്ള സമയമായി. ഇവിടെ ആരുമില്ല കേട്ടോ. ഈ സീറ്റ് കാലിയാണ്. ഫ്ലൈറ്റിൽ എന്തായാലും വൈഫൈ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. വൈഫൈ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് പെയ്ഡ് ആയിരുന്നു കേട്ടോ. ആദ്യം കയറിയ ഫ്ലൈറ്റിലായിരുന്നു ഞാൻ 2 ഫ്ലൈറ്റ് എടുത്തുള്ളൂ. ദുബായ് ടു സൂറിക് ഉണ്ടായിരുന്ന ആ ഫ്ലൈറ്റിൽ വൈഫൈ ഇല്ലായിരുന്നു, അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് കയറുമ്പോൾ തന്നെ അവർ അപ്പോളജീസ് പറഞ്ഞിട്ടാണ്. പിന്നെ ഫുഡ് നല്ല ഡെലീഷ്യസ് ഫുഡായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇരുന്നിട്ട് ഫുഡെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല ഫുഡായിരുന്നു, ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഡെലീഷ്യസ് ഇനഫ്. പിന്നെ ടൈമിങ് അറിയാലോ, ടൈമിങ്ങിനനുസരിച്ച് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ലഞ്ചെന്നോ വേണേൽ പറയാം കേട്ടോ. അതായത് ഇവിടുത്തെ സമയത്തിനനുസരിച്ച്. എന്തായാലും ഈ ഒരു യാത്രയിൽ എനിക്ക് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. 4.5% ആൽക്കഹോളുള്ള നമ്മളുടെ ബിയർ. അത് കണ്ട് ജയിലറും സിനിമയും കണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും സ്നാക്സിനുള്ള സമയമായി.
ഐസ്ക്രീം മോവൻപിക്കിൻ്റെ ബ്രാൻഡിൻ്റെ സ്വിസ് മെയ്ഡ് ഐസ്ക്രീം തന്നെയായിരുന്നു. നല്ല സ്വിസ് ചോക്ലേറ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിനൊപ്പം തന്നെ ഞാനൊരു കോഫിയും കൂടെ മേടിച്ചു കേട്ടോ. സമയം നോക്കിയപ്പോൾ 11:20. അതുകൊണ്ട് പിന്നെ ഒരു കോഫി കഴിക്കാമെന്ന് വിചാരിച്ചു. സ്വിസ് ചോക്ലേറ്റ് സെർവ് ചെയ്തു, അതിൻ്റെ കൂടെ ഞാൻ തന്നെ പെയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട്. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാം ടവലൊക്കെ കൊണ്ടു തന്ന് സെർവ് ചെയ്തു കേട്ടോ. അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ഫ്ലൈറ്റിലും കിട്ടാറില്ല. ഒരുവിധമുള്ള ഇൻ്റർനാഷണൽ ലോങ് ഫ്ലൈറ്റ്സിലൊക്കെ ഇത് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. എന്തായാലും അങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ ആലോചിച്ച് ഒന്ന് ടോയ്ലറ്റൂടെ കണ്ടിട്ട് വരാം. ഏകദേശം എല്ലാ ഫ്ലൈറ്റിലും ടോയ്ലറ്റ് ഒരുപോലൊക്കെ ആണെങ്കിലും ചെറിയ തോതിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ എന്തായാലും കപ്പൊക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് മോശം പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. Just getting out of the flight. We got the business class. Business class ഇതാട്ടാ. ബിസിനസ് ക്ലാസ് നല്ല അടിപൊളിയാണ്. അതിന് അങ്ങനെയാണെന്നല്ല, ക്യാഷ് എണ്ണി കൊടുക്കണം അങ്ങോട്ട്. താങ്ക് യു. Thank you so much. So you got the first glance of Canada. This is how it looks. Here we are entering the arrival section. നല്ല കറക്റ്റ് ടൈമിൽ ലാൻഡ് ചെയ്ത് കേട്ടോ. 12:55 അപ്രോക്സിമേറ്റ്ലി ലാൻഡ് ചെയ്ത് ഇറങ്ങാൻ അധികം സമയം എടുത്തു, 10 minutes. സമയം ഇപ്പം കറക്റ്റ് 1:15 PM. ആരൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്യും. ഇമിഗ്രേഷൻ ദൈവം സഹായിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കനേഡിയൻ ആയിരുന്നു ഇമിഗ്രേഷനിൽ ഇരുന്നത്. അക്കൗണ്ടിൽ ഒരു പഞ്ചാബി ലേഡി ഉണ്ടായിരുന്നു. PR ഒക്കെയുള്ള ടീമൊക്കെ ആയിരിക്കുമല്ലോ. എനിക്ക് അവളായിരുന്നു ആദ്യമേ വിളിച്ചത്. അതിനുശേഷം അവർ അപ്പുറത്തേക്ക് വിട്ട് കനേഡിയൻ ലേഡി ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഓഫീസർ. കാര്യങ്ങളെല്ലാം ക്ലിയറായി. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു കേട്ടോ. എന്തൊക്കെയാണ്, എന്ത് ചെയ്തിരുന്നു, എന്തിനു വന്നു, ഡേറ്റ് ഓൾറെഡി വിസയിലുണ്ട് എങ്കിലും അവർ ചോദിക്കും എന്നാ പോകുന്നത്, ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ് നേരെ വന്നു SIN. വർക്ക് പെർമിറ്റ് നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ SIN നമ്പർ വേണം. സിം അല്ല കേട്ടോ, SIN. ഇവിടെ ഉള്ളവർക്കറിയാമല്ലോ. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. അതും എന്തായാലും എടുത്ത് ഇനിയിപ്പം ലഗേജ് ക്ലെയിം ചെയ്യണം. 11ാമത്തെ ബെൽറ്റിലാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് സിം എടുക്കണം. സിം കാർഡ് എൻ്റെ ഡൂവിൻ്റെയൊക്കെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അത് റോമിങ്ങിലാണെങ്കിലും വർക്ക് ചെയ്യത്തില്ലേ. സ്റ്റാർബക്സിൻ്റെ ലെവൽ വേറെ ആർക്കും കാണത്തില്ല. സ്റ്റാർബക്സ് ഒരു ഡെൽസിയും പിന്നുള്ളത് നമ്മുടെ അമേരിക്കൻ ടൂറിസ്റ്റും രണ്ടും വന്നേ. നമസ്കാരം. നമ്മളങ്ങനെ പുതിയൊരു രാജ്യത്ത് വന്ന് ഇറങ്ങി. എല്ലാവരും പുതുമ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു കേട്ടോ. 1 മണി കഴിഞ്ഞ് ടെമ്പറേച്ചർ 22 degrees Celsius. പക്ഷേ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ജസ്റ്റ് ഇറങ്ങി. ഇതാണ് റോഡിലുള്ളത് കേട്ടോ. ലവ ഇപ്പോൾ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞ്. സോറി, 1:30 അല്ല, ടൈം ഈസ് 2:50 PM. 23 മിസ്സിസാഗയാണ് കാണിക്കുന്നത്. 23 degrees Celsius. 23 ദുബായിൽ ഓൾറെഡി 32, സൂറത്തിൽ 37, ചെത്തിപ്പുഴയിൽ 25 ഡിഗ്രി, ഒൻറ്റാറിയോ 24 കാണിക്കും. റോജേഴ്സ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ പുതിയ സിം കാർഡൊക്കെ എടുത്ത് ആക്റ്റീവ് ആയിട്ടില്ല കേട്ടോ. വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടേക്കുക. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി B-ഗേറ്റിൽ നിന്ന് ഇറങ്ങി ഞാനിവിടെ വണ്ടിയൊക്കെ ട്രോളിയൊക്കെ ഇട്ടിട്ട് കിടക്കുക. അത് നിൽക്കുന്നുണ്ടോ, ഡിക്കി തുറന്നിട്ടേക്കുന്നത് അത് തന്നെയാണ്. അതാണ് ആൾ. അതേ നിൽക്കും. വിളിക്കാൻ വന്ന ആൾ ജോസഫ് എന്നാണ് പേര്. ഫിലിപ്പീൻസ്. റിയൽ ലൈഫിൽ ഇനി വോൾവോയും പീറ്റർ ബിൽറ്റും കണ്ടില്ലെങ്കിൽ ഇതേ കിടക്കുന്ന പീറ്റർ ബിൽറ്റ്. ഇത് കണ്ടില്ലെന്നൊരു വിഷമം വേണ്ട. പിന്നെ ലൈറ്റിൻ്റെ ബട്ടണൊക്കെ കണ്ട് വേറൊരു രീതിയാണ് കണ്ടോ. ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനത്തെ സ്വിച്ച് വേറെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളുടെയൊക്കെ ബട്ടണും സ്വിച്ചൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇതാണ് റൂം കേട്ടോ. ഇതപ്പോൾ കിട്ടിയിരിക്കുന്ന ബെഡ് ഓണർ തന്നെ പോയിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. എൻ്റെ പേര് കംഫോർട്ടും പിന്നെ 2 പില്ലോസും പിന്നെ ഒരു ബെഡ്ഷീറ്റും $120 എൻ്റെ അതിന് എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഫാനുണ്ട്, ഒരു ബെഡ് ലാമ്പ് ഉണ്ട്, ഒരു ബേസിക്കായിട്ടുള്ള ഇത്. ഫ്ലോറിങ് വുഡാണ് കേട്ടോ. അതുപോലെ അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് കൺസ്ട്രക്ഷൻ. പിന്നെ ഒരു ചെയറുണ്ട്. ബേസിക്കലി ഇതൊക്കെയാണ് അമ്യൂണിറ്റി ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സീനറിയാണ്. ഈ ഗ്രീനറി നമുക്ക് വേറെ ഒന്നും അധികം കാണാൻ കിട്ടത്തില്ല. ലീഫ് ഉണ്ട്, മേപ്പിളാണെന്ന് തോന്നുന്നു കാണുന്ന ആ ഒരു ലീഫ്. എനിക്കറിയത്തില്ല, നമ്മൾക്കിത് പുതിയ കാഴ്ചയാണ്. കബോർഡുണ്ട്. ഈ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുക. 2 ബാഗ്, ലാപ്ടോപ്പ് ബാഗ്, അത് ഇങ്ങോട്ടേക്ക് ഇനി എല്ലാം ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യണം. ഒരു ബെഡ് സൈറ്റ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഡ്രോവേഴ്സ് നാലെണ്ണമുണ്ട്.
ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത് കേട്ടോ. ഒരു ചെറിയ റൂം, വലിയ ഇതൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും മതി. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിച്ചേർന്നു കേട്ടോ. ഇന്നലെ നമ്മൾ സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ്, കാനഡ ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും, ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുന്നതായിരിക്കും. അതായത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണല്ലോ. ഇത് പുതിയതായിട്ട് വരുന്നവർക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം നമ്മൾ പോയ എക്സ്പീരിയൻസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബെല്ലും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കേട്ടോ. മറ്റൊരു കിടിലം വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ.